ഇന്ത്യ 72 റൺസിന് ജയിച്ചെങ്കിൽ പോലും സിംബാബ്വേയുടെ ഈ ഒറ്റയാൾ പട്ടാളം ബ്രയൻ ബെനറ്റ് എന്ന് വേണേൽ തന്നെ വിളിക്കാം. സിംബാബ്വേയുടെ ഓപ്പണർ ഹു ഹാസ് ഹാഡ് എ കൺസിസ്റ്റന്റ് ICC T20 ലോകകപ്പിൽ ഇത്തവണ 2026 ഒരു കൺസിസ്റ്റന്റ് ഫിഗേഴ്സാണ് ഇതെല്ലാം. അദ്ദേഹം ഇന്ത്യക്കെതിരെയും ഫയർ ചെയ്തു, നോട്ട് ഔട്ട് തന്നു 97. ആകെ പിഴച്ചത് വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ 5 റൺസിന് പുറത്തായത് മാത്രമാണ്. പക്ഷേ സിംബാബ്വേയിൽ ഇപ്പോൾ സിംബാബ്വേയുടെ ഫേസ് എന്ന് വിളിക്കുന്നത് സിക്കന്ദർ റാസയാണ്. ബ്രയൻ ബെനറ്റ് നാളത്തെ സിംബാബ്വേയുടെ ഫേസാണ്. ഒരുപക്ഷേ സിംബാബ്വേക്ക് ഇന്ത്യയുടെത്തോളോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലെ ന്യൂസിലൻഡിനെ പോലെയുള്ള ഇൻ്റർനാഷണൽ മാച്ചസിൻ്റെ എക്സ്പീരിയൻസോ അപ്പിയറൻസസോ ഒന്നും ഉണ്ടാവില്ലെങ്കിൽ പോലും ദിസ് മാൻ ഇസ് എ സ്റ്റാർ. അത് ഈ T20 ലോകകപ്പിൽ മാത്രമല്ല, സിംബാബ്വേക്ക് ഇതിന് മുന്നേ അയാൾ കളിച്ച ഇന്നിങ്സുകൾ എടുത്ത് നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാവും ബ്രയൻ ബെനറ്റ് സിംബാബ്വെ ടോപ്പ് ഓർഡറിൽ എന്തുമാത്രം പ്രധാനപ്പെട്ട ആളാണെന്നുള്ളത്. ഇന്നലത്തെ ടോട്ടൽ 276 അല്ലെങ്കിൽ 256 എന്ത് ടോട്ടൽ ആയാൽ പോലും 256 ആണ് ഇന്ത്യ അടിക്കുന്നത്, 254 വെസ്റ്റ് ഇൻഡീസ് അടിക്കുന്നു. ഈ 286 ടോട്ടൽ സിംബാബ്വെ ചേസ് ഡൗൺ ചെയ്യില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. കാരണം അവരുടെ ടീമിനെ പറ്റിയും അവർക്ക് നല്ല ധാരണയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവർ ബാറ്റിംഗ് ഇറങ്ങുമ്പോൾ പോലും ജയിക്കാൻ വേണ്ടിയിട്ടല്ല അവർ ഇറങ്ങുന്നത്, മാക്സിമം ചെറുത്ത് നിൽപ്പ് പിടിച്ചു നിൽക്കുക. അത് തന്നെയാണ് അവർ കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള ഫസ്റ്റ് ബോൾ, അതിൽ നിന്നും അത് വ്യക്തമാണ്. ആൻഡ് ബ്രയൻ ബെനറ്റ് വരുമ്പോൾ പോലും ബ്രയൻ കളിച്ച രീതി നോക്കിയേ, ഒരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ കൺവെൻഷണൽ രീതി, അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ, അദ്ദേഹത്തിൻ്റെ ടെക്നിക്സിൽ നിന്നും 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറാവാതെ ക്ലാസി ഗെയിമായിട്ട് അദ്ദേഹം കളിച്ചു. ലാസ്റ്റ് ബോൾ, ഫസ്റ്റ് ബോളിൽ നിന്ന് 20ാമത്തെ ഓവർ വരെ ഇന്ത്യയാണ് ഒപ്പോണൻസ്. ഓർക്കുക, ഇന്ത്യയാണ് ഒപ്പോണൻസ്. വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ, അർഷദീപ് സിംഗ് അടങ്ങുന്ന ലോകം നിലവിൽ പേടിക്കുന്ന ബൗളേഴ്സിനെതിരെ നോട്ട് ഔട്ടായിട്ട് 20th ഓവർ വരെ നിൽക്കുക. വെരി സാഡ് ലാസ്റ്റ് ഓവർ അയാൾ കളിച്ചില്ല എന്നുള്ളത്. അതായത് കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഹി ഡിസേർവ്സ് എ സെഞ്ചുറി. 59 പന്തുകളിൽ നിന്നും 97 റൺസ് നോട്ട് ഔട്ടാണ് ഇന്ത്യക്കെതിരെ കളിച്ചത്. ബാക്കിയുള്ള മത്സരങ്ങൾ നോക്കിയാൽ എല്ലാ കളിയും ഫ്രം ദ സ്റ്റാർട്ട് ശ്രീലങ്കയ്ക്കെതിരെ എടുത്ത് നോക്കിയാൽ 36 പന്തിൽ നിന്നും 48 റൺസ് അടിച്ചെടുക്കുന്നു. അതും ഇതുപോലെ ക്ലാസ് ഇന്നിങ്സ് ആണ്. അത് ഇന്ത്യ ലോഫ്റ്റഡ് ഷോട്ട്സോ അങ്ങനെ പരിപാടിയൊന്നുമില്ല. പക്ഷേ വേണ്ട രീതിയിൽ ആക്സലറേറ്റ് ചെയ്യാനും ബ്രയൻ അറിയാം. ഇന്ത്യക്കെതിരെ മത്സരത്തിൽ അത് തന്നെയാണ് ചെയ്തത്. മിഡിൽ ഓവേഴ്സിൽ അയാൾ ആക്സലറേറ്റ് ചെയ്ത് പോയത് തന്നെയാണ് ഇപ്പോൾ ഇത്രയും റൺസ് എത്തിക്കാൻ കാരണം. ഒമാനെതിരെ 56 പന്തിൽ നിന്നും 64 റണ്ണ്, ഓസ്ട്രേലിയക്കെതിരെ 48 പന്തിൽ നിന്നും 63 റണ്ണ്. ആകെ പിഴച്ചത് വെസ്റ്റ് ഇൻഡീസിനെതിരെ, അത് 5 റണ്ണ് മാത്രം എടുത്തിട്ട് പുറത്തായി. ബാക്കി എല്ലാ മത്സരങ്ങളും നോട്ട് ഔട്ടാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ആകെ പുറത്താക്കിയത് വെസ്റ്റ് ഇൻഡീസിനെതിരെ മത്സരത്തിൽ മാത്രമാണ്. ബാക്കി എല്ലാത്തിലും അയാൾ നോട്ട് ഔട്ടാണ്. ആവറേജ് നിങ്ങൾ തന്നെ കൂട്ടി നോക്കും. അയാളുടെ വാഗൺ വീലാണ്. കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ ബ്രയൻ കളിച്ച ഷോട്ട്സ് നോക്കി, എല്ലാം സ്ട്രേറ്റ് ഡൗൺ ദ ഗ്രൗണ്ട്. മെജോറിറ്റി ലോങ് ഓഫിലൂടെ മാത്രമാണ് അയാൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ക്ലാസി പ്ലെയർ സ്ട്രേറ്റ് ബാറ്റ് വെച്ച് കളിച്ച് ലോങ് ഓണിലും ലോങ് ഓഫിലും കളിക്കുമ്പോൾ തന്നെ അയാളുടെ ക്ലാസ് വ്യക്തമാകും എന്നുള്ളതാണ്. അതിൻ്റെ 80% കൺട്രോൾ അതാണ് സൂചിപ്പിക്കുന്നത്. എല്ലാം സ്ട്രേറ്റ് ഡൗൺ ദ ഗ്രൗണ്ടാണ്. ലോങ് ഓഫിലും ലോങ് ഓണിലൂടെ മാത്രം കളിക്കുന്നു. ഈ 2 ഷോട്ട്സും കളിച്ചത് ബൗണ്ടറി ഷോട്ട്സ് ആണ്. ആൻഡ് ലെഗ് സൈഡിലേക്കും കുറവാണ്. എല്ലാം സ്ട്രേറ്റ് ഡൗൺ ദ ഗ്രൗണ്ട്, വിച്ച് ഇസ് ദ ഫെയറസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് റിസ്കിയസ്റ്റ് ഷോട്ട് എന്ന് വേണമെങ്കിൽ തന്നെ വിളിക്കാം. അത് പോകുന്നു. 21 ഡോട്ട് ബോളുകൾ, കൃത്യമായ പേസിംഗ്, 19 സിംഗിളുകൾ, ഓടിയെടുത്ത് ഡബിൾ എടുത്ത് 5, 8 4, 6 6. ഈ 6 6 ആണ് അയാൾ പറഞ്ഞത്. ആ ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള ഡോട്ട് ബോൾസ് കൃത്യമായിട്ട് അയാളുടെ സ്ട്രൈക്ക് റേറ്റ് കൂട്ടാനും അയാൾ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് വേണം തന്നെ പറയാൻ. 6 6s and 8 4s ഫോർ എ സിംബാബ്വിയൻ ഓപ്പണർ എഗെയിൻസ്റ്റ് ഇന്ത്യ ഇസ് എ ഹ്യൂജ് സ്റ്റാറ്റ് എന്ന് തന്നെ വിളിക്കാം. ഓരോ ഓവേഴ്സിലും അയാൾ എടുത്ത റൺസും ഇങ്ങനെയാണ്. പവർ പ്ലേ ഓവേഴ്സ് നോക്കിയേ, 1 3 4 5 6. ഈ പവർ പ്ലേ ഓവേഴ്സിൽ ഒന്നും തന്നെ ഗംഭീരമായ അടികളോ വലിയ ഷോട്ട്സോ ഒന്നും തന്നെ ഇല്ല. ആകെ 5ാമത്തെ ഓവറിൽ 2 4ഉം 3ാമത്തെ ഓവറിൽ 1 4ഉം, അത് മാത്രമേ ഉള്ളൂ. ഒരു ലോഫ്റ്റഡ് ഷോട്ടും ഇല്ല. അടിച്ചത് മുഴുവൻ 9ാമത്തെ ഓവറിൽ 2 6, 13ാമത്തെ ഓവറിൽ 1 6, 15ാമത്തെ ഓവറിൽ 2 6, 20ാമത്തെ ഓവറിൽ 1 6. അതല്ലാതെ വേറെ ഒന്നും ഇല്ല. എല്ലാ ബൗണ്ടറീസും പവർ പ്ലേ ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാരണം സിംബാബ്വേക്ക് അറിയാം ദേ ആർ ഔട്ട്, അവർക്ക് എന്തായാലും ഇതൊന്നും ചേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചുള്ള കളിയാണ് കളിച്ചതെന്ന് കൂടി എടുത്ത് സൂചിപ്പിക്കുന്നത്. സോ ബ്രയൻ ബെനറ്റ് ഇസ് ഗോണ ബി എ സ്റ്റാർ. അടിച്ച ഷോട്ടുകളും അല്ലെങ്കിൽ അതുപോലെ ഒരു കൺവെൻഷണൽ സ്റ്റൈലിൽ കൃത്യമായി ടെക്സ്റ്റ് ബുക്ക് ഷോട്ട്സ് എന്താണോ അതനുസരിച്ച് കളിക്കുക എന്നുള്ളതാണ്. ദിസ് വാസ് ചീക്കി. അതല്ലാണ്ട് ഒരു കൃത്യമായ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് ബ്രയൻ ബെനറ്റ് കളിക്കുന്നു. അത് തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിലും കണ്ടത്. ആൻഡ് ദിസ് പിക്ക് വിൽ റിമെയിൻ മൈ ഫേവറേറ്റ് ഫ്രം ദി യെസ്റ്റർഡേസ് ഗെയിം. ഈ പിക്കിൽ നിന്ന് തന്നെ അയാളുടെ ക്ലാസ് എന്താണെന്ന് വ്യക്തമാണ്. ഇന്നലെ സിംബാബ്വേക്ക് വേണ്ടിയിട്ട് പ്രസ് മീറ്റിൽ വന്നത് ബ്രയൻ ബെനറ്റ് ആണ്. ആൻഡ് ഒരു രസകരമായ സംഭവം ഉണ്ടായി. ബ്രയൻ ബെനറ്റിനോട് ചോദിക്കുകയാണ് ഒരു മാധ്യമപ്രവർത്തകൻ, നിങ്ങൾ സിംബാബ്വെ ബാറ്റർമാർ എന്തുകൊണ്ട് ബ്രയൻ ബെനറ്റിന് സെഞ്ചുറി അടിക്കാൻ അവസരം കൊടുത്തില്ല എന്നുള്ളത്. അപ്പോൾ ബ്രയൻ പറയാണ്, ഞാനാണ് ബ്രയൻ ബെനറ്റ്, നിങ്ങൾ എന്നോടല്ല ഈ ചോദ്യം ചോദിക്കേണ്ടത്. അപ്പോൾ ബ്രയനെ ഹെൽമെറ്റിനുള്ളിൽ മാത്രം കണ്ടിരിക്കുന്ന പല താരങ്ങൾക്കും അല്ലെങ്കിൽ ആ മാധ്യമപ്രവർത്തകർക്ക് ഒരു നാൾ
ഹെൽമെറ്റ് ഇല്ലാതെ ഈ മുഖം മനസ്സിലാക്കിയെടുക്കാനുള്ള കെൽപ്പിലേക്ക് അയാൾ മാറും. ഇന്ന് സിക്കന്ദർ റാസ നയിക്കുന്ന സിംബാബ്വേയുടെ നാഷണൽ ടീമിനെ ഒരു നാൾ ബ്രയൻ ബെനറ്റ് നയിച്ചാലും അതിൽ അത്ഭുതപ്പെടാനുള്ള, ബിക്കോസ് ഈസ് ഗോട്ട് ദ സ്കിൽസ് ആൻഡ് ദ കേപ്പബിലിറ്റി. അത് തന്നെയാണ് ഈ മത്സരത്തിൽ നിന്നും സൂചിപ്പിക്കുന്നത്. അഗെയിൻസ്റ്റ് എ ഹ്യൂമങ്കസ് ടീമിലേക്ക് ഇന്ത്യ ഇങ്ങനൊരു വാഗൺ വീൽ ഉണ്ടാക്കിയെടുക്കുക, എല്ലാം സ്ട്രേറ്റ് ഡൗൺ ദ ഗ്രൗണ്ട് മാക്സിമം കളിക്കുക വിത്ത് എൻ 80% കൺട്രോൾ ഇൻ ഹിസ് ബാറ്റിംഗ്. അതിൽ നിന്നും വ്യക്തമാണ് ഹൂ ബ്രയൻ ബെനറ്റ് ഇസ് ആൻഡ് ഹൂ ഇസ് ഗോൺ ബി ദ ഫ്യൂച്ചർ സ്റ്റാർ. സിംബാബ്വേക്ക് വേണ്ടിയിട്ട് ആരായിരിക്കും ഫ്യൂച്ചർ സ്റ്റാർ എന്ന ചോദ്യത്തിനും ബ്രയൻ ബെനറ്റ് ഉത്തരം നൽകുമെന്നതും ഇതിൽ നിന്നും വ്യക്തമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.